ആവി മരിയ, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരരെ, നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 8-ാം തീയതി 8 നോമ്പ് ആചരണത്തിലാണല്ലോ നമ്മളിപ്പോൾ. ഇന്ന് ഈ 8 നോമ്പിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പല പേരുകളിൽ ഒന്ന് വാഗ്ദാന പേടകമേ എന്നാണ്. പ്രത്യേകിച്ച് ജപമാല ചെല്ലുമ്പോൾ നമ്മളത് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിന് ഈ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. വാഗ്ദാന പേടകം, ദി ആർക്ക് ഓഫ് ദി കവനൻറ്റ് എന്നുള്ളതാണ്. ധ്യാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എവിടെയാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ വാഗ്ദാന പേടകം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഇസ്രായേൽക്കാർക്ക്. അങ്ങനെ അവർ യുദ്ധത്തിന് പോകുമ്പോഴൊക്കെയും ഈ വാഗ്ദാന പേടകവുമായിട്ട് പോകുമായിരുന്നു. എന്നാൽ ദൈവത്തോട് ആലോചനയില്ലാതെ കൊണ്ട് ദൈവം പറയാത്ത വിധത്തിലുള്ള യുദ്ധത്തിന് അവർ ഒരുമ്പെട്ട് പോയപ്പോൾ സാവൂളിൻ്റെ കാലത്ത് ഈ വാഗ്ദാന പേടകം അത് ഫിലിസ്തീർ പിടിച്ചെടുത്തു. അത് അവരുടെ പാളയത്തിലായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ദാവീദ് രാജാവായി വരുമ്പോൾ ഇസ്രായേലിൽ വാഗ്ദാന പേടകമില്ലാത്തതിന് ദുഃഖവും പേറിയിരിക്കുന്ന ദാവീദ് ജനത്തെ വിളിച്ചുവിട്ടിട്ട് പറഞ്ഞു, നമുക്ക് പോയി വാഗ്ദാന പേടകം കൊണ്ടുവരാം. അങ്ങനെ അവർ ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി വാഗ്ദാന പേടകം കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ ഒരു രംഗം ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിന് നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിയരും യൂദയായിലെ കിര്യത്യാരിൽ മിൽബാലായിൽ ചെന്നു. അവർ ദൈവത്തിൻ്റെ പേടകം അബിനദാബിൻ്റെ വീട്ടിൽ നിന്നും എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഊസായും അഹിയോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടി ദൈവത്തിൽ ആശ്രയിച്ച് ആർത്ത് വിളിച്ചു ദൈവസന്നിധിയിൽ. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങുവാൻ ഊസ കൈനീട്ടി. കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. ദൈവത്തിനു മുമ്പിൽ അവൻ മരിച്ചു വീണു. ഇത് കണ്ട് ഭയപ്പെട്ട ദാവീദ് രാജാവ് പറഞ്ഞു, ഇങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ പേടകം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും? ഇതാണ് ഗതിയെങ്കിൽ. പേടകത്തെ തൊടാൻ വേണ്ടി കൈ നീട്ടിയവൻ ആ നിമിഷം മരിച്ചു വീണു. അതുകൊണ്ട് ദാവീദ് എന്തു ചെയ്തു? പേടകം അവിടെ തന്നെ വെച്ചു. വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നത്: ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഓബദ് ഏദോമിൻ്റെ ഭവനത്തിലേക്ക് ആ പേടകം കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെ ആയിരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാന പേടകം എന്തുകൊണ്ടാണ് വാഗ്ദാന പേടകവുമായി വരും വഴിയിൽ ഊസ മരിക്കുവാനിടയായത്? ഒരു പുതിയ വണ്ടിയിൽ പുതിയ കാളകൾ കെട്ടിയാണ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? പേടകം ഉലഞ്ഞപ്പോഴല്ലേ അവൻ കൈ നീട്ടിയത്. പ്രിയമുള്ളവരെ, അതിന് കാരണം അന്വേഷിച്ച് ദാവീദ് ദൈവത്തിനു മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ തിരുവചനത്തിലേക്ക് തലതിരിക്കുന്നു. അപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ഈ വാഗ്ദാന പേടകം കാളവണ്ടിയിലല്ല കൊണ്ടുപോകേണ്ടത്, വാഹനത്തിലല്ല വഹിക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യുത ലേവായ പുരോഹിതർ അവരെ തോളിൽ വഹിക്കണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അത് തിരിച്ചറിവുണ്ടായ ദാവീദ് അവൻ കേട്ടറിഞ്ഞു, ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവമെന്ന്. ഇത് കേട്ടപ്പോൾ ദാവീദ് വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്, ദാവീദ് ഈ പേടകം തിരികെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുന്നത്. അവൻ ജനത്തെ വിളിച്ചു പറഞ്ഞു, നമുക്ക് പോയി ഈ പേടകം തിരികെ കൊണ്ടുവരാം. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരുവാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വച്ചു വഹിച്ചു എന്നാണ്
ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 15-15 തിരുവചനം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാന പേടകം പരിശുദ്ധ കന്യാമറിയമാണ് എങ്കിൽ ഈ പരിശുദ്ധ മറിയം ഈശോ മിശിഹായെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 39 മുതൽ തിരുവചനങ്ങളിലായിട്ട്. അപ്പോൾ ഈ യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ മറിയം ചെന്നു അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവോട് നിറഞ്ഞു, യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു തുള്ളിച്ചാടി. എലിസബത്തിൻ്റെ വീട്ടിൽ മാതാവ് വസിക്കുന്നു, 3 മാസം അവിടെ വസിക്കുന്നു. അവർക്ക് അനുഗ്രഹങ്ങൾ നിറയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം ഇരുന്നപ്പോൾ ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ വാഗ്ദാന പേടകമാകുന്ന പരിശുദ്ധ കന്യാമറിയം യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ ആയിരുന്നപ്പോഴും ആ വീടും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്രകാരം പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യാമറിയത്തെ യേശുവോട് ചേർന്ന് നമ്മളും സ്വീകരിക്കുമ്പോൾ വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യാമറിയം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിയോഗത്തിൽ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഭാര്യ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, സ്വന്തം ബന്ധങ്ങൾ നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ. യേശുവേ നന്ദി, ദൈവമേ നന്ദി.